അമ്മയുടെ കഷായം, സ്പെഷ്യൽ കഷായം. ഇത് കുടിച്ചിട്ടാ രാത്രി ഉറങ്ങാറ്. നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. നമ്മളിപ്പോ എടുക്കുന്നത് മഹാഭാരതമാണ്. മഹാഭാരതം കുറെ ദിവസമായി നമ്മൾ എടുത്തിട്ടല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് മഹാഭാരതം എടുക്കാം. ഓർമ്മയുണ്ടോ മഹാഭാരതം ചാപ്റ്റർ എവിടം വരെ എടുത്തു എന്ന്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ആരാ പറയാൻ നോക്കട്ടെ. ഇപ്പൊ പോകുന്ന ശ്രീ മഹാഭാരതം കുറച്ച് നമുക്ക് ബോറഡി സബ്ജക്റ്റ് ആണ്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൂകാംബികയില് നമുക്ക് കുറച്ച് എന്താ പറയാ, നമ്മുടെ ഹൈന്ദവ കോൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് ബോറടിയാണ്. എങ്കിലും ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് എടുത്തു പോവാം. അപ്പം വേഗം എടുത്തിട്ട് വേഗം നിർത്താം, കാരണം ലേറ്റ് ആയില്ലേ, അമ്പലം അടക്കാൻ ലേറ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പോ പറയൂ, ഏതാണ് നമ്മുടെ ചാപ്റ്റർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, മറക്കില്ല. ഉറപ്പായിട്ടും ഷെറിൻ മറക്കില്ല, ഡാൻസ് ചെയ്യും. മൂകാംബികയിൽ ഇരുന്ന് പറയുന്നു, കണ്ടിന്യൂ ചെയ്യാം. പറയൂ, ഏതാണ് ചാപ്റ്റർ? അറിയില്ല അല്ല, മറന്നുപോയില്ല. ശ്രീ മഹാഭാരതത്തില് ശാന്തി പർവം. ശാന്തി പർവത്തിൽ നമ്മൾ പഠിക്കുന്നു. സാറ്റർഡേ എന്ന് പറയുമ്പോ ഇന്ന് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഫാൻ വേണ്ട, ഫാൻ സൗണ്ട്. കറണ്ട് ബില്ല് നമ്മൾ അടച്ചത്. കഷായം കിട്ടി, വൈഫൈയും എല്ലാം അവരുടെ ഓഫീസ് വരെ യൂസ് ചെയ്തിട്ട് ഫാൻ വേണമെന്ന് വെച്ചാൽ ഫാൻ വേണ്ട, സൗണ്ട് കേൾക്കും, AC മതി. ഇത് കേബിൾ കൺട്രോൾ റൂമാണ്, ഇവിടെ ഇരുന്നിട്ട് എടുക്കുന്നത്. അപ്പോ നമ്മൾ എടുക്കുന്നത് ശാന്തി പർവത്തില് പ്രവൃത്തിയും നിവൃത്തിയും എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ പഠിച്ചു, ആ ചാപ്റ്റർ പഠിച്ചു. ഇനി 4 ആശ്രമങ്ങളുടെയും ധർമ്മങ്ങൾ. നമുക്കറിയാം, നമുക്ക് 4 വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട് അല്ലെ. അപ്പോ 4 ആശ്രമങ്ങളുടെ ധർമ്മങ്ങൾ എന്താണ്? യെസ്, ശാന്തി പർവം, പാർവമല്ല പർവം. അപ്പൊ 4 ആശ്രമങ്ങൾ, അതായത് ശുഗൻ വേദത്തിൽ ചോദിക്കുന്നു, ചില സ്ഥലങ്ങളിൽ കർമ്മം ചെയ്യണം എന്ന് പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ. മറ്റു ചില സ്ഥലങ്ങളിൽ കർമ്മം ത്യജിക്കണം എന്ന് പറയുന്നുണ്ട് വേദങ്ങളിൽ, അല്ലെ. ചില വേദങ്ങളിൽ പറയുന്നു ചിലയിടത്ത് കർമ്മം ചെയ്യണമെന്ന്, ചിലയിടത്ത് പറയുന്നു കർമ്മം ചെയ്യണ്ട എന്ന്. അപ്പോ പരസ്പര വിരുദ്ധമായി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നല്ലൊരു ചോദ്യമാണ് ശുഗൻ ചോദിക്കുന്നത്. അപ്പോ അതിന് മറുപടിയായിട്ട് വ്യാസദേവൻ പറഞ്ഞു കൊടുക്കുന്നു. ടുഡേ നോ സ്ലീപ്പാ. ഓക്കെ, വരട്ടെ മാതാജി, ഞാൻ കാണാൻ വരെ, മോനെയും ഹസ്ബൻഡിനെയും കാണാൻ കേട്ടോ. അപ്പോ നമ്മുടെ വേദങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കാരണം എന്താ, ചിലയിടത്ത് ചെയ്യണം എന്ന് പറയുന്നു, ചിലയിടത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ശുഗൻ വ്യാസദേവനോട് ചോദിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കർമ്മം ചെയ്യണം എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ കർമ്മം ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പോ എന്താണ്? തീർച്ചയായിട്ടും എന്റെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ട് നിങ്ങൾ. അപ്പൊ എന്താണ് അതിന്റെ ഒരു അർത്ഥം എന്ന് ചോദിച്ചപ്പോ, മനുഷ്യന്റെ ജീവിതത്തിലുള്ള 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ പറയും, വേഗം ടൈപ്പ് ചെയ്തിടും. നമ്മുടെ 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹിന്ദുവായി നമ്മൾ ജനിച്ചാൽ നമുക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട്. എന്താണ് ആ 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ? എന്താണ്? ഏതെങ്കിലും ഒരെണ്ണെങ്കിലും പറയൂ. പ്രാർത്ഥിക്കാം, നല്ല മാതാജി. ബ്രഹ്മചര്യം, പിന്നെ കിച്ചൂട്ട ചെന്നൈയില്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അല്ലെ. ഒരു വ്യക്തി ബ്രഹ്മചര്യായിട്ട് ജീവിക്കാം, ഗൃഹസ്ഥനായിട്ട് ഭാര്യാസമേതനായിട്ട് മക്കളോടുകൂടി ജീവിക്കാം, ഇനി വാനപ്രസ്ഥം എടുക്കാം, സന്യാസം വേണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വർണ്ണാശ്രമ ധർമ്മം ഏതായാലും അതിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യനിഷ്ഠ പാലിക്കണം. ഇപ്പോ ബ്രഹ്മചര്യം എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂർണ്ണ ബ്രഹ്മചാരി ആയിരിക്കണം. എങ്ങനെയാണ് പൂർണ്ണ ബ്രഹ്മചാരി ആയിരിക്കുന്നത്? ചിന്ത, വാക്ക്, പ്രവൃത്തി, നോട്ടം, ഇങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടും തെറ്റ് ചെയ്യാൻ പാടില്ല. ബ്രഹ്മചര്യം കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണം കഴിച്ച് ഭാര്യ ഉണ്ട് എങ്കിൽ
ഭാര്യയോടും മക്കളോടും നമ്മൾ എന്ത് പുലർത്തണം? നീതി പുലർത്തണം. അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്ത് അവരെ നമ്മൾ കഷ്ടപ്പെടുത്താതെ നോക്കണം. മനസ്സിലാവുന്നത്? അപ്പം ഗാർഹസ്ഥ്യമായാലും ശരി, ബ്രഹ്മചര്യമായാലും ശരി, വാനപ്രസ്ഥമായാലും ശരി, സന്യാസമായാലും ശരി, ചെയ്യുന്നത് എന്ത് തന്നെയായാലും അത് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ അത് ഇല്ല എങ്കിൽ ആണ് പ്രശ്നം വരുന്നത്. ഓക്കെ. അപ്പോ ഈ 4 ആശ്രമങ്ങൾക്കും അവർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർ എന്താവും? പരമഗതി പ്രാപിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കൃത്യമായ രീതിയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പൊ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും പോയി കഴിഞ്ഞാൽ മൊബൈലിൽ കുറച്ച് വീഡിയോസ് കാണാനിരുന്നാൽ എന്തായി? അത് ബ്രഹ്മചര്യമല്ല, തെറ്റാണ്. അപ്പൊ നമ്മൾ എന്താണോ അനുഷ്ഠിക്കുന്നത്, ഇപ്പൊ കല്യാണം കഴിച്ചു, ഭാര്യയുണ്ട്, ഭാര്യനെ നോക്കാതെ അവരെ ലോകത്ത് ജീവിക്കാനും എന്റർടൈൻമെന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് തെറ്റല്ലേ? അങ്ങനെ എത്രയോ ഭാര്യമാരുണ്ട്, ഒരുപാട് ഭാര്യമാരുണ്ട്. അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട് പുലർത്തി ഇവരിങ്ങനെ ഇവരെ ലോകത്ത് ഇങ്ങനെ ജീവിക്കും, മദ്യപിക്കും, തിരിച്ചു വരും. മക്കളോട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഭാര്യയോടില്ല, അച്ഛനോടില്ല, അമ്മയോടില്ല, ആരോടില്ല, അങ്ങനെ ജീവിച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ പുനർജന്മം കാത്തിരിക്കുന്നവരാണ്. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. മനസ്സിലായി? നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് നമ്മൾ അനുഭവിച്ചു. കേൾക്കാൻ പാടില്ലാത്തതെല്ലാം കേട്ടു, സഹിക്കാൻ പറ്റുന്നതിന്റെയും പരമാവധി നമ്മൾ സഹിച്ചു. അപ്പൊ ഇതിന്റെ ഡബിൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ജനിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഉത്തരവാദിത്തമില്ലാത്ത ഒരു ജീവിതം വളരെ തെറ്റാണ്. നമുക്ക് എപ്പോഴും ലൈഫിൽ വേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ശരി, നമ്മളുടെ ഭക്തി സംബന്ധമായിട്ടാണെങ്കിലും ശരി, ഏത് രീതിയിലാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം? റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരായിരിക്കണം. അതർവൈസ് നമ്മുടെ ജീവിതം ഒരു എന്തായി? 0 ലെവലിലേക്ക് താഴ്ന്നു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികൾ മാത്രമാണ് എവിടെ ചെല്ലുന്നത്? പരമഗതിയെ പ്രാപിക്കുന്നത്. 4 പടികളുള്ള ഒരു കോണി പോലെയാണത്, അല്ലെ? ഈ കോണിയിലൂടെ കയറി ചെന്നാൽ എവിടെ എത്തും? ബ്രഹ്മലോകത്തിലേക്ക് എത്തും. ബ്രഹ്മചര്യമായിട്ടും ഗാർഹസ്ഥ്യമായിട്ടും വാനപ്രസ്ഥമായിട്ടും സന്യാസമായിട്ടും അങ്ങനെ 4 പടികളുള്ള ഒരു കോണിപ്പടി കൃത്യമായി നമ്മൾ കയറുകയാണെങ്കിൽ എവിടെ എത്തുന്നത്? ബ്രഹ്മലോകത്തേക്കാണ് എത്തുന്നത്. അപ്പൊ പറയുന്നു, ബ്രഹ്മചാരി ഗൃഹസ്ഥ വാനപ്രസ്ഥേത ഭിക്ഷുകഃ യഥോക്തചാരിണ സർവേ ഗച്ഛതി പരമാം ഗതി എന്ന് പറയുന്നുണ്ട്. പിന്നെയോ ചതുഷ്പതി നിശ്രേണി ബ്രഹ്മലോകേ മഹീയതേ എന്നാണ് പറയുന്നത് ശാന്തി പർവ്വത്തില്. അപ്പോ പുനർജന്മം വേണ്ടേ വേണ്ട. ആയുസിന്റെ ആദ്യത്തെ ഭാഗം ബ്രഹ്മചര്യ ആശ്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ വളരെ മോശം ലെവലിലേക്കാണ് പോകുന്നത്. അതിന്റെ പ്രധാന കാരണം മൊബൈലാണ്. മൊബൈൽ എന്നാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റുമാണ്. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം. തെറ്റായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വലിയൊരു നെഗറ്റീവിലേക്കാണ്. ഇപ്പോ നമ്മൾ ഏതെങ്കിലും വെറുതെ നമ്മളൊരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ പോലും നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത അറയ്ക്കുന്ന കുറെ വീഡിയോസ് വരും. നമ്മളത് കണ്ട് രസിക്കാനും പോണ്ട, കണ്ട് അഭിപ്രായം പറയാനും പോണ്ട. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും നമ്മൾ തെറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. കണ്ണുകൾ കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ കാണരുത്, കാതുകൾ കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ കേൾക്കരുത്, നാവ് കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ പറയരുത്, ശരീരം കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾക്ക് ഭഗവാൻ ഇന്ദ്രിയങ്ങൾ തന്നത് എന്തിനാണ്? നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ്, നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരണം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. എന്താണെന്നറിയാമോ? കുറച്ച് പഴയ പാട്ട്, അതായത് നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ വന്ന ഒരു സിനിമാ ഗാനം. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ സിനിമാ ഗാനം അന്ന് കാലത്ത് നമ്മൾ എന്താ ചെയ്തത്? എഴുതിയെടുക്കും, കഷ്ടപ്പെട്ട് നോട്ടിൽ എഴുതിയെടുക്കും ഈ പാട്ട് ഒന്ന് പാടാൻ വേണ്ടിയിട്ട്, അല്ലെ? അത് കഴിഞ്ഞിട്ടോ ഈ പാട്ടൊക്കെ പാടി പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാട്ട് ബുക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുറെ ഇത്, പിന്നെ നമ്മൾ അത് വാക്ക്മാൻ വെച്ച് കേട്ടു, പിന്നെ അതിന്റെ ഇടയ്ക്ക് റേഡിയോ വന്നു, അങ്ങനെ 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 ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇന്നിപ്പം നമുക്ക് ഏത് പാട്ടാണെങ്കിലും ഒരു വിരൽത്തുമ്പത്ത് നമുക്കുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഒരുപാട് എല്ലാം നമ്മുടെ കൈത്തുമ്പിൽ എത്തുന്ന രീതിയിലുള്ള അത്ര സാധ്യതകൾ, അത് നമ്മളെ എന്താണ് ആക്കുന്നത്? മടിയന്മാരാണ് ആക്കുന്നത്. ചിന്തിച്ചു നോക്കിക്കേ, തൊട്ടപ്പുറത്തെ കടയിലോട്ട് പോകണമെങ്കിൽ 2 വീലർ എടുത്ത് പോകുന്ന കാലമാണിത്. 2 വീലർ ഇല്ലെങ്കിൽ പോവില്ല. അപ്പോഴേക്കും ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അപ്പൊ ഇത്രയും ഒരു എന്താ പറയാ, ഒന്നുമല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ, നമ്മുടെ ബുദ്ധി പോലും യൂസ് ചെയ്യാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ ലോകത്തേക്കാണ് നമ്മൾ നമ്മുടെ മക്കളെയും ട്രെയിൻ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റിയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഹൈന്ദവ സംസ്കാരം എന്താണ്, ഒരു ഹിന്ദുവായി നീ ജനിച്ചതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നീ ജനിച്ച കുലം എന്താണ്, ഈ കുലത്തിലുള്ള നമ്മുടെ ധർമ്മങ്ങൾ എന്താണ്,
നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോ ആ ഡേ തുടങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ബ്രാഹ്മ മുഹൂർത്തം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കിടന്നുറങ്ങുന്നതേ ബ്രഹ്മ മുഹൂർത്തത്തിലാണ്, അല്ലെ? പഴയ കാലത്താണെങ്കിലോ ആളുകൾ എഴുന്നേറ്റതേ ബ്രഹ്മ മുഹൂർത്തത്തിലാണ്. അപ്പോ ഈ രണ്ട് ഡിഫറൻസും നമുക്ക് ഇന്ന് സമൂഹത്തിൽ പല പല രോഗങ്ങളായിട്ടും മാനസിക പ്രശ്നങ്ങളായിട്ടും ഒക്കെ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെ ഒരു തലമുറയെ നമ്മളായിട്ട് സൃഷ്ടിക്കരുത്. അവർക്ക് ഉറങ്ങേണ്ട സമയം പറഞ്ഞു കൊടുക്കുക, എഴുന്നേൽക്കേണ്ട സമയം പറഞ്ഞു കൊടുക്കുക, എഴുന്നേറ്റ് ഉടനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. ആരാണ് ഈശ്വരൻ? ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ഇന്ന് കുട്ടികൾക്ക് നമസ്കരിക്കാൻ അറിയില്ല. ഞാനിവിടെ മൂകാംബികയിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ സരസ്വതി മണ്ഡപത്തിലും ഇവിടെ ഗണപതി ക്ഷേത്രത്തിലും വന്ന് കുട്ടികൾക്ക് നമസ്കരിക്കാൻ അറിയില്ല. അച്ഛനും അമ്മയും വെറുതെ കൈകൂപ്പി നിൽക്കാണ്, പറഞ്ഞു കൊടുക്കുന്നില്ല, മോനെ നമസ്കരിക്കൂ, ഈ ഇരിക്കുന്നത് ഭഗവാനാണ്, അവർക്ക് മുമ്പിൽ നമ്മൾ നമസ്കാരം ചെയ്യണം. എന്താണ് നമ്മൾ, എങ്ങനെയാണ് ഒരു പെൺകുട്ടി നമസ്കരിക്കേണ്ടത്, ഒരു ആൺകുട്ടി നമസ്കരിക്കേണ്ടത്, ഇത് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അവർ എന്നും നമ്മളെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി കാണുന്നവരാണ് അവര്. അപ്പോൾ നമ്മുടെ ഏറ്റവും കുറഞ്ഞത്, കാരണം ഇന്ന് സ്കൂളുകളിൽ, നമ്മുടെ ഹൈന്ദവ സ്കൂളുകളിൽ മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് വേദങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതും പൂർണ്ണമല്ല, അപൂർണമായിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. സബ്ജക്ട്സുകൾക്കൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോ എന്താവും, കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, നമ്മുടെ മുത്തശ്ശൻ എന്താണ്, മുത്തശ്ശി എന്താണ്, ബ്രദേഴ്സ് ആരാണ്, സിസ്റ്റേഴ്സ് ആരാണ്, അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തു. അതിനാണ് നമ്മൾ ഗുരുകുലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗുരുകുലം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും പെർഫെക്റ്റ് ആണ്, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര കുട്ടികൾക്ക് അറിയാം കംസൻ ആരാണെന്ന്? കംസൻ, ചില കുട്ടികൾ പറയും കൃഷ്ണനെ കൊല്ലാൻ വന്ന ഒരാള്, ഒരു രാക്ഷസൻ, കൃഷ്ണൻ എന്നിട്ട് കംസനെ കൊന്നു. അപ്പോ ഈ കംസൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ കുട്ടികൾ അതെങ്ങനെ ക്യാച്ച് ചെയ്തു? കുട്ടികൾ ക്യാച്ച് ചെയ്തത് സീരിയലുകളിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്ക് സന്ധ്യാസമയത്ത് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇന്നതാണ്, ഇതാണ്, ഈ ദേവി ഇങ്ങനെയാണ്, ഈ ദേവി ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിക്കണം, മാതാജി നമ്മുടെ ദൈവങ്ങളെല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണല്ലേ? ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചതാ. കൃഷ്ണൻ ജനിച്ചത് മധുരയില്, അതുപോലെ നമ്മുടെ ശ്രീരാമസ്വാമി ജനിച്ചത് അയോധ്യയില്, അപ്പൊ ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണല്ലേ മാതാജി? നമ്മുടെ മഹാദേവൻ ഉള്ളത് കൈലാസത്തില്, അത് അവിടെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളുടെ മൈൻഡ് എങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ കേരളത്തിലെ ഋഷിവര്യന്മാരെ എന്തുകൊണ്ട് മോനെ അറിഞ്ഞില്ല? ഈ ദൈവങ്ങളെയൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഋഷിവര്യന്മാർ, ഗുരുക്കന്മാരൊക്കെ എവിടെ ജനിച്ചവരാണ്? ആരാണ് മോനെ ശ്രീ ശങ്കരാചാര്യർ? ആരാണ് പരശുരാം സ്വാമി? ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിന്റെ മഹനീയത എന്താണ്? നമ്മുടെ ഭാരത ഭൂമിയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഭാരതഖണ്ഡം. ഇത് ആ കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ മാതാജി? ഞാൻ ഉണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് മാത്രമല്ല, നമ്മുടെ ഭാരതഖണ്ഡം എന്ന് പറയുന്നത്, ഭാരതവർഷം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാം എത്തിച്ചു കൊടുക്കേണ്ട സമയമായി. അല്ലാതെ അവർക്ക് ഉടനെ തന്നെ ആൻഡ്രോയിഡ് ഫോണും ആപ്പിൾ ഫോണും വാങ്ങിക്കൊടുത്തിട്ട് ഗെയിം കളിച്ചു. ഇന്ന് ചെറിയ നഴ്സറി കുട്ടിയുടെ കയ്യിൽ അച്ഛനമ്മമാര് കരയാതിരിക്കാൻ എടുത്തു കൊടുക്കുന്നത് മൊബൈലാണ്. ആ ഒരു മൈൻഡിൽ നിന്ന് കുട്ടികളെ മാറ്റാം. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറേ കഥകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. അങ്ങനെ നല്ലൊരു തലമുറയെ നമ്മൾ വാർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ വരും തലമുറയെങ്കിലും കൃത്യമായിട്ട് ആചരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ആയുസിന്റെ ആദ്യ ഭാഗം നമ്മൾ ബ്രഹ്മചര്യ ആശ്രമത്തിലാണ് കഴിയുന്നത്, അല്ലെ? അന്ന് ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിന് വേണ്ട ഗുരുശുശ്രൂഷകളെല്ലാം ചെയ്ത് ഗുരുവിനെ പ്രസാദിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കാലമാണ് ബ്രഹ്മചര്യം കാലം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സ്കൂൾ സ്റ്റുഡൻസ് യൂസ് ചെയ്യാത്ത ലഹരി പദാർത്ഥങ്ങളില്ല. ഒരു ബ്രഹ്മചാരി ഒരിക്കലും ലഹരി പദാർത്ഥം ഉപയോഗിക്കില്ല. അപ്പോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കുട്ടികൾ എങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു? എന്താണ് റീസൺ? വീട്ടിൽ 4 കാലിൽ വരുന്ന അച്ഛനെ ആയാലും സഹോദരങ്ങളെ ആയാലും കണ്ടിട്ടാണ് ആ കുട്ടി വളരുന്നത്. ആ കുട്ടിയുടെ ഉള്ളിലെങ്കിലും നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കണം. ആ കുട്ടികളെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മചര്യത്തിൽ ജീവിപ്പിക്കാൻ നമ്മൾ പഠിക്കണം, അല്ലെ? പഠിപ്പിക്കണം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. ഇത്ര സമയത്ത് എഴുന്നേക്ക് മക്കളെ, ഇതുപോലെ സംസാരിക്കും. കുട്ടി ഒന്ന് പറയുമ്പോൾ 4 എണ്ണം തിരിച്ച് നമ്മൾ വയലന്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വയലൻസ് ഒഴിവാക്കുക, ഓട്ടോമാറ്റിക്കലി കുട്ടികളും ആ വയലൻസിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ വന്ന് 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 നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഒരു ദാസനെ പോലെ ഗുരുവിനെ സേവിക്കണം എന്നാ പറയുന്നത്. ആരുമായിക്കോട്ടെ, ഒരു പക്ഷേ ഒരു ചെറിയ കുട്ടിയായിരിക്കും നമ്മുടെ ഗുരു, അല്ലെ? അറിവിന്റെ കാര്യത്തിൽ ചെറുതോ വലുതോ എന്നില്ല, ഒരിക്കലുമില്ല. അറിവിന്റെ കാര്യത്തിൽ വലിപ്പ ചെറുപ്പമില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല.
സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല, ധനധാന്യ സമൃദ്ധി ഒരു മാനദണ്ഡമല്ല. അറിവിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരെയും എപ്പോഴും നമ്മൾ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നില്ലേ? ഒരുപാട് പരിഗണിച്ചുകൊണ്ടിരിക്കണം. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കറിയുന്നത്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കില്ല എനിക്കറിയുന്നത്. മനസ്സിലാവുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അറിവിന്റെ കാര്യത്തിൽ. അത് നമ്മൾ എന്നും ഓർക്കുക. അപ്പോ എല്ലാവരിലും നിന്ന് നമ്മൾ കുറെ പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിക്കാൻ നമുക്ക് ഒരു വാക്കെങ്കിലും പറഞ്ഞു തരുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാണ്. അതൊരു പക്ഷെ നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, നമ്മുടെ മക്കളാവാം, ആരുമാവാം. അപ്പൊ അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പോകണം. ഇന്നത്തെ കാലത്ത് കാണുന്നു ഹസ്ബൻഡ്സിന് ഒരു റെസ്പെക്റ്റും ഇല്ല. സ്ത്രീകൾ വീട്ടിൽ എഴുന്നേൽക്കുന്ന എത്ര മണിക്കാണ്? 6:30, 7 മണി, 7:45, 8 മണി. ഈ സമയത്താണ് അവർ എഴുന്നേൽക്കുന്നത്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നോ ലഞ്ച് ഉണ്ടാക്കണമെന്നോ ഹസ്ബൻഡിന് പോകണമെന്നോ യാതൊരു മൈൻഡും അവരുടെ മൈൻഡിലില്ല. പറഞ്ഞ അവരെന്താ പറയാ? അയ്യോ വയ്യ, ടയേർഡാണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് വർഷക്കാലം മുൻപേ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഏത് സമയത്ത് അവർ എഴുന്നേറ്റത്? അവര് രാവിലെ 4 മണിന്നൊരു സമയം എഴുന്നേൽക്കും അല്ലേ? അന്ന് നമുക്ക് മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, മോട്ടർ ഇല്ല, ഗ്യാസ് സ്റ്റവ് ഇല്ല, ഒന്നുമില്ല. എന്തിനും ഒരു ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ ഫ്രിഡ്ജ് പോലും ഇല്ലാത്ത കാലത്തില് സ്ത്രീകള് 4ഉം 5ഉം പ്രസവിച്ച കാലഘട്ടം, ആ ഡെലിവറി ഒക്കെ നടന്നത് വീട്ടിലായിരിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യത്തോടു കൂടി ഈ സ്ത്രീകൾ വന്നിട്ട് എഴുന്നേറ്റ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്? മൊബൈലില്ല. ഇന്ന് സ്ത്രീകൾക്ക് മൊബൈലാണ്. 24 hours ഇതിൽ കുത്തിക്കൊണ്ടിരിക്കലാണ് ജോലി. ഇത് കുത്തിയിരുന്ന് കുറെ റീൽസും കണ്ട് കിടന്നുറങ്ങാൻ ഒരുപാട് ലേറ്റായി. പിന്നെ രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി. ഇതിനോട് റിലേറ്റഡ് ആയി തലവേദനയായി, മൈൻഡ് അപ്സെറ്റ് ആയി. അതിൽ കാണുന്ന ഹസ്ബൻഡ് ഷാറുഖ് ഖാനെ പോലെയുണ്ട്. അപ്പൊ എനിക്കും അതുപോലെ ആവണം. അല്ലാതെ അയാളുടെ തലയിലിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ സ്ത്രീകൾക്കില്ല. അപ്പോ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബമാണ് തകർന്നു പോകുന്നത്. മനസ്സിലായില്ലേ? ഇനി ഒരു വിഭാഗം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ്സ് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുത്തില്ല. നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് സമയം കളയണ്ട. വാട്ട് ഈസ് നെക്സ്റ്റ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫാമിലിയെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേക്കുറിച്ച് ചിന്തിക്കുക. അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് വരിക. നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർ ചെന്നൈയിലാണ് പ്രഭു. അപ്പോ അന്ന് അവന്റെ ജീവിതം വ്രത നിയമാദികളെ കൊണ്ട് ശുദ്ധമാക്കി തീർക്കണം. എപ്പോഴാണ്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലത്തിലെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ, വ്രതങ്ങൾ ഇതാണ്, എന്താണ് ഏകാദശി, എന്താണ് പ്രദോഷം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വാവ് ബലി ഇടുന്നത് എന്തിനാണ് നമ്മൾ പിതൃക്കളെ സ്മരിക്കുന്നത് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് വളർത്തണം നമ്മുടെ തലമുറയെ. ഓക്കെ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് വേദപഠനവും ശാസ്ത്ര പഠനവും കഴിഞ്ഞാൽ ഗുരുവിന്റെ അനുവാദത്തോടുകൂടി സമാവർത്തനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാം അല്ലെ? സമാവർത്തനം ചെയ്ത് ഗുരുവിനെ പാദനമസ്കാരം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികൾക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ടീച്ചേഴ്സും കുട്ടികളും ഫ്രണ്ട്ഷിപ്പാന്നാ പറയുന്നത്. എന്ത് ഫ്രണ്ട്ഷിപ്പാണ്? ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത ഫ്രണ്ട്ഷിപ്പ്. ഒരു കുട്ടി പോലും ടീച്ചറിന്റെ കാലിൽ തൊട്ട് നമസ്കാരം പറയുന്നില്ല എന്ന്. ആ ഗുരുവിന്റെ പാദം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ നമ്മുടെ ഗുരുകുലത്തിലെ കുട്ടികൾ ചെയ്യും. അവർ നിശ്ചയമായിട്ടും ചെയ്തിരിക്കും. കാരണം അവരെ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, റെസ്പെക്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ല? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഹസ്ബൻഡും വൈഫും വഴക്കിടരുത്, അടി കൂടരുത്. കുട്ടികൾ കാണേ ഒരു ഹസ്ബൻഡും വൈഫും വഴക്കിടരുത് ഒരിക്കലും. ടു ബി ഫ്രാങ്ക്ലി, എന്താ പറയാ, കുട്ടികൾ കണ്ടുകൊണ്ടായിരിക്കില്ല ഒരു ഹസ്ബൻഡും വൈഫിന്റെയും ഒരു പേഴ്സണൽ ടൈം അല്ലെ? ഒരിക്കലുമല്ല. അവർ കാണാതെ അവരുടേതായ ഒരു ലോകത്ത്. അപ്പൊ അതേപോലെ ആയിരിക്കണം ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ കുട്ടികളെയും മറ്റുള്ളവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അവർ കാണുന്ന രീതിയിൽ ആവരുത് ഒരു ഹസ്ബൻഡും വൈഫിന്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം എന്താ? അവർക്കൊരു സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് പരസ്പരം പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കണം. അപ്പൊ കുട്ടികൾ നല്ല രീതിക്ക് വരും. ഇത് കുട്ടികൾ കാണുന്നത് എന്താണെന്നറിയോ? അമ്മ അച്ഛനെ ബഹുമാനിക്കുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല. അച്ഛന് വേണ്ട ഫുഡോ കാര്യങ്ങളോ ഒന്നും അമ്മ ചെയ്യുന്നില്ല. അപ്പൊ കുട്ടികളും അത് കണ്ടാണ് വളരുന്നത്. തിരിച്ചെന്താ കുട്ടികൾ കാണുന്നത്? അച്ഛൻ വരുന്നു, അമ്മയെ കുറെ ചീത്ത പറയുന്നു, തല്ലുന്നു. അപ്പൊ അമ്മ ഒരു സെർവന്റിനെ പോലെ. ഇതാണ് കുട്ടികൾ കാണുന്നത്. ഇതിന്റെ ഇടയിൽ ജീവിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അടുത്ത തലമുറ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന്റെ ഇടയിൽ അവർ എവിടെയാണ് വേദപഠനം അവർക്ക് സാധ്യമാകുന്നത്? അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി മൈൻഡ് മാറാൻ എന്താവും? മൊബൈലിനെ അക്സെപ്റ്റ് ചെയ്യും. മൊബൈലിനകത്ത് കുറെ ഗെയിംസ്, കാര്യങ്ങൾ, വീഡിയോസ്, അത് ഇത് അങ്ങനെ ഇങ്ങനെ. പിന്നെ അവർ പോകുന്ന വേറൊരു ലോകത്തിലേക്കായിരിക്കും. ആ ലോകത്തിലേക്ക് എന്താ സംഭവിക്കുക? അവർക്ക് ഒന്നുമല്ലാത്ത ഒരു സീറോയിലേക്ക് പോകും. പിന്നെ അച്ഛനമ്മമാരെന്താ പറയാ? അയ്യോ എന്റെ കുട്ടി വഴിതെറ്റിപ്പോയി. ഇതിനു വേണ്ടി അമ്പലങ്ങൾ കയറിയിറങ്ങും. എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ മക്കളിലൂടെ നമ്മൾ
പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഗുരു ശുശ്രൂഷാദികൾ വിധി പോലെ അനുഷ്ഠിക്കുന്ന കാലമാണ് എന്ത്? ബ്രഹ്മചര്യ കാലം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മളെ കുട്ടികൾ ആരെങ്കിലും വന്ന് വീട്ടിൽ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ ആരും നമ്മുടെ കുട്ടികളെ ഒരു മോശം സ്കൂളിലോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ അറിയാത്ത ടീച്ചേഴ്സിന്റെ കൂടെ അല്ല വിടുന്നത്, അല്ലെ? നല്ല സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് കുട്ടികൾ ടീച്ചേഴ്സിന് അയ്യോ ആ ടീച്ചർ ഒരു ദുഷ്ട ടീച്ചറാണ്, ചില അതെ അമ്മമാർ സീരിയൽ അഡിക്ഷൻസ് ആണ്. ഈശ്വര, ഞാനും ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, സീരിയലിൽ ഞാൻ അടക്കം പറയുന്നതല്ല. അതിനൊക്കെ ഒരു സമയം കണ്ടെത്തൂ. എല്ലാ സീരിയൽസും റിപ്പീറ്റ് വരുന്നില്ലേ? നെക്സ്റ്റ് ഡേ വരുന്നുണ്ട്, പ്രൈം ടൈം തന്നെ കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സമയം പോലെ കാണൂ, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കാണൂ. നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തെ മുറുകെ പിടിക്കും, എന്നിട്ട് ബാക്കി. ഞങ്ങൾ ഇങ്ങനെ കുറെ അതും ഇതും ആക്ടിങ്, അത് ഞങ്ങളുടെ പ്രൊഫഷൻ, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാത്തിനും ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അപ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നമ്മുടെ കുട്ടികളെ കൊണ്ട് അവരുടെ ഗുരുക്കന്മാരെ കുറ്റം പറയാൻ സമ്മതിക്കരുത്. ചില കുട്ടികൾ ചില സബ്ജക്റ്റുകൾ ഇഷ്ടമില്ലാതാവുമ്പോൾ കുട്ടികൾ വന്ന് വീട്ടിൽ പറയും എനിക്ക് ഇഷ്ടമല്ല ആ ടീച്ചേഴ്സിനെ ഇരട്ട പേരിട്ട് വിളിക്കും ചില കുട്ടികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ അപ്പൊ ആ സെക്കൻഡ് നമ്മൾ പറയണം വായ അടക്കി എന്ന് പറയണം. അതാരാണെന്നറിയോ? നിന്റെ അധ്യാപികയാണ്, നിന്റെ അധ്യാപകനാണ്, നിന്റെ മിസ്സാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നിനക്ക് കുറ്റം പറയാനുള്ള വ്യക്തിയല്ല, ഈശ്വരന് തുല്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ആ ടീച്ചറിന്റെ അടുത്ത് മാപ്പ് പറയിപ്പിക്കണം. അവിടെയാണ് കുട്ടികൾക്കൊരു എന്ത് വരുന്നത്? ഔചിത്യ ബോധം ഉടലെടുക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യാ? ശരിയാ മോൻ പറഞ്ഞത്, മോനെ വെറുതെ വിഷമിപ്പിക്കും, മോളെ വെറുതെ വിഷമിപ്പിക്കും. അങ്ങനെ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുട്ടി ഹോംവർക്ക് ചെയ്യാതെ ആയിരിക്കാം ഒരു പക്ഷേ സ്കൂളിൽ വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആ ടീച്ചർ ദേഷ്യപ്പെടുന്നത്. കൃത്യമായി നമ്മൾ പോയി അന്വേഷിച്ച് കാര്യകാരണങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത നടപടി സ്വീകരിക്കാൻ. ഒന്നും അറിയാതെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് ബഹളം ഉണ്ടാക്കരുത്, അതും തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ പറയുന്നു ഗുരുവേ ദക്ഷിണാം ത്വതാ സമാവർത്തേധ്യാവിധി എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ധർമ്മലബ്ധുര്യോ ധാരേഗ്നി യുക്താബ്ദയുക്തനഹ ദ്വിതീയമായുഷോ ഭാഗം ഗൃഹമേതി ഭവേത് വ്രതി എന്നാണ് പറയുന്നത്. അതിനർത്ഥം മനസ്സിലായില്ലേ? നമുക്ക് ഗുരു ആരാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ആയുസിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? ഗൃഹസ്ഥാശ്രമത്തിൽ. ബ്രഹ്മചര്യം കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ നമ്മൾ ജോലിക്ക് കയറി കല്യാണം കഴിക്കും. നമ്മൾ ഗൃഹസ്ഥാശ്രമികളായി, അല്ലെ? ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ടത് ഒരു കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതില് സമാവർത്തനം കഴിഞ്ഞാൽ ഗുരുവിന് നമ്മൾ ദക്ഷിണൊക്കെ കൊടുത്ത് ഗുരുവിന്റെ അനുവാദത്തോടു കൂടി നമ്മൾ എന്താ ചെയ്യുന്നത്? അനുരൂപിയായ സ്ത്രീയെ പരിഗണിക്കണം. നമുക്ക് പറ്റിയ ഒരു ഹസ്ബൻഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈഫിനെ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ കോടികളുണ്ടോ, സൗന്ദര്യമുണ്ടോ, വെളുത്തിട്ടാണോ, ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നോ, അല്ലെങ്കിൽ ഒരു 5 ശമ്പളം വാങ്ങുന്ന ആളാണോ, ഇതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. നല്ല കുലജാതമുള്ള വ്യക്തിയാണോ, ആ വ്യക്തിക്ക് നല്ല കുലജാതമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ കേരളത്തിൽ തന്നെ വിസ്മയ കൊലക്കേസ്, ഡൗറി പോരാ എന്ന പേരിലാണ് മരണപ്പെട്ടത്, അല്ലെ? അതുപോലെ എത്ര എത്ര കേസുകള്, വിസ്മയെ പോലെ ഉത്തര കൊലക്കേസ്, നമ്മൾ കേട്ടറിഞ്ഞതും കേട്ടറിയാത്തതുമായി എത്രയോ കേസുകള്. നമ്മളെ കുഞ്ഞുനാളുകളിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു. ഇപ്പൊ മരണത്തിന്റെ വേർഷനൊക്കെ മാറി, അതുകൊണ്ട് ഗ്യാസ് പൊട്ടിത്തെറി ഇപ്പൊ ഇല്ല. ആലോചിച്ച് നോക്കണം. അങ്ങനെ എത്ര സംഭവങ്ങള്. കോടിക്കണക്കിന് പൈസയും സ്വത്തും എല്ലാം കൊടുത്തിട്ടും ഇതൊന്നും പോരാന്ന് തോന്നുമ്പോൾ വൈഫ് മരണപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന വീടുകൾ ഒരുപാടുണ്ട് കേരളത്തില്. ആലോചിച്ച് നോക്കണം. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? സംസ്കാര സമ്പന്നതയാണ് വേണ്ടത്. ഒരു നമ്മൾ നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പം ആ പയ്യന്റെ സൗന്ദര്യമല്ല ആദ്യം നോക്കേണ്ടത്. സൗന്ദര്യമോ അല്ലെങ്കിൽ അവൻ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, അവന്റെ സ്കിന്നിന്റെ കളറല്ല നമ്മുടെ പെൺകുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവൻ ദുബായിലുള്ളതാണോ അമേരിക്കയിലാണോ ജോലി ചെയ്യുന്നത്, ഇതൊന്നുമല്ല നോക്കേണ്ടത്. സംസ്കാര സമ്പന്നതയുള്ള കുടുംബത്തിലേക്കാണോ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നത് ആദ്യം നോക്കുക. സുഖ സൗകര്യങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ, അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, പോരെ? സംസ്കാര സമ്പന്നതയുള്ള വ്യക്തികളുടെ കൂടെ പെൺകുട്ടികളെ അയക്കേണ്ടി വന്നാൽ എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും ദുരിതം അനുഭവിക്കേണ്ടി വരില്ല. ഇത് കല്യാണം കഴിക്കാൻ വരുമ്പോ തന്നെ ഷാരൂഖ് ഖാനെ പോലെയാണോ, എന്നിട്ട് സേവ് ദ ഡേറ്റ്, റീൽസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് 10 ദിവസം കഴിയുമ്പോഴത്തേക്കും കയ്യിൽ ഒരു കൊച്ചിനെയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് കാര്യം, എന്താവശ്യം? സംസ്കാര സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കുവാണെങ്കിൽ ഒരു പ്രശ്നം അവർ തമ്മിൽ വരുമ്പോൾ സംസാരിക്കാൻ അവരുടെ അച്ഛനും അമ്മയും കുടുംബങ്ങളെല്ലാം മാന്യതയോടുകൂടി വന്നു നിൽക്കും, മര്യാദയോടുകൂടി വന്നു നിൽക്കും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഡിവോഴ്സ് പെറ്റീഷൻസ് ഫയൽ ചെയ്യുന്ന പോലെ അതർ സ്റ്റേറ്റിലുണ്ടെന്ന്. കാരണം എന്താ? അവർ സംസ്കാരത്തെ ബഹുമാനിക്കുന്നു.
മനസ്സിലായില്ലേ? അവരുടെ സംസ്കാരത്തെ അവർ ബഹുമാനിക്കുന്നുണ്ട്. നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ആ സംസ്കാരത്തെ ബഹുമാനിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വേദങ്ങൾക്കും ഗ്രന്ഥങ്ങൾക്കും ഒക്കെ. വേദഗ്രന്ഥങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും എന്താണ് താറുമാറായി പോവില്ല. മനസ്സിലാവുന്നില്ലേ? ഒരിക്കലും താറുമാറായി പോവില്ല. പിന്നെ അടുത്തതായിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഒരുവൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കർമ്മങ്ങൾ കൊണ്ട് അജ്ഞാതി ദേവന്മാരെ സന്തോഷിപ്പിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? വീട്ടിൽ വരുന്ന അതിഥികൾക്കെല്ലാം ഭക്ഷണം നൽകണം. അതൊന്നും ഇല്ല. ഇന്ന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വീട്ടിൽ വന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറയില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, തമിഴ്നാട്ടില് ഒരു ദുഷ്ടൻ കയറി വന്നാൽ പോലും, അതായത് ഒരു എതിരാളി കയറി വന്നാൽ പോലും വാങ്ങ ഉட்காருங்க തണ്ണി കുടിങ്ക എന്നാണ് ആദ്യം പറയുന്നത്. മനസ്സിലായി? ആ വരൂ, ഇരിക്കൂ, എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കും ആദ്യം. ആലോചിച്ച് നോക്കണം. ആദ്യം വെള്ളം കൊടുക്കും. അതും ഒരു മര്യാദയാണ്. ആ മര്യാദ കേരളത്തിലുണ്ടോന്ന് എനിക്കൊരു സംശയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മര്യാദകൾക്ക് കുറവുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ എന്താണ്, പുറത്ത് ഒരുപാട് ആചാര മര്യാദകളുണ്ട്. ഈ ആചാര മര്യാദകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ആദ്യം പഠിക്കേണ്ടത്. അതില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ തോറ്റുപോകും. പിന്നെന്താ പറയുന്നത്? തനിക്ക് മാത്രമായി ഒന്നും പാകം ചെയ്യരുത്. പല വീടുകളിലും അങ്ങനെയാണ് അല്ലെ? ജോയിന്റ് ഫാമിലിയുള്ള വീടുകളിൽ നോക്കുക, ആത്മഹത്യയും കൂടുന്നുണ്ട്. സത്യമാണ്, ഒരുപാട് ആത്മഹത്യ കൂടുന്നുണ്ട്. ശരിയാണത്. അപ്പോ നമ്മുടെ വീട്ടിൽ വരുന്ന ചില വീട്ടിൽ കാണാം ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ ജോയിന്റ് ഫാമിലിയിൽ എന്താ ഉണ്ടാവുന്നത്? 2 അടുക്കള ഉണ്ടാവും. അല്ലെ? അവർക്കുള്ളത് അവർ ചെയ്യും, എനിക്കുള്ളത് ഞാൻ ചെയ്യും. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇതൊന്നല്ല വേണ്ടത്. എല്ലാവർക്കും ഒരു ഭക്ഷണം, അത് 2-3 വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലും ഒരുമിച്ചിരുന്ന് കഴിക്കുക. എന്താ പറയാ, ഒരു ഭക്ഷണം ഞാൻ പറയട്ടെ, നമ്മളൊരു 3-4 ഫ്രണ്ട്സ് ആയിട്ട് ഹോട്ടലിൽ പോയി ഒരു ഡിന്നർ കഴിക്കാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് അല്ലെ? എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതേ നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചോക്ക്, നല്ല രസമായിരിക്കും, നല്ല ആനന്ദമായിരിക്കും ആ വീട്ടില്. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളെ ഓരോ കുടുംബങ്ങളിലും ഉള്ളൂ. പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല. അത് ആരായാലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാത്രമായിരിക്കില്ല നമുക്ക് സഹായത്തിന് എത്തുന്നത്. ആലോചിച്ച് നോക്കണം. എപ്പോഴും കുടുംബ ബന്ധങ്ങൾ മാത്രമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല നല്ല ബന്ധങ്ങളെ നമ്മൾ എന്നും മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. ആ ബന്ധങ്ങൾ മാത്രമായിരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ നിസാരം കാര്യങ്ങൾക്ക് വഴക്കിട്ട് പോകാൻ പാടില്ല. അങ്ങനെയുള്ള വഴക്കുകളെല്ലാം നമ്മൾ മാറ്റിവെക്കണം. പിന്നെന്താ പറയുന്നത്? എല്ലാവരോടും എന്താണ്, വളരെ സ്നേഹമായി പെരുമാറണം എന്ന് പറയുന്നുണ്ട് അല്ലെ? അതെ, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നില്ല പിന്നെ എന്തിനാ ജോയിന്റ് ഫാമിലി? വേസ്റ്റ് ആണ്. അപ്പോ എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറണം എന്ന് പറയുന്നുണ്ട്. വഴക്കുകൂടി ഞങ്ങൾ മധുരം കൊടുക്കാറുണ്ട്. ഓഹോ, അത് ശരി, നമ്മൾ അറിഞ്ഞില്ല. ഇനി കൊടുക്കുമ്പോ വിളിക്കണേ, ഞങ്ങളും വരാം. അപ്പോ വളരെ സ്നേഹമായിട്ട് എല്ലാവരോടും പെരുമാറണം. ഗൃഹസ്ഥനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി 3 ധർമ്മങ്ങളും നിലനിൽക്കുന്നത് അല്ലെ? ഒരു ഗൃഹസ്ഥാശ്രമി യൗവനത്തിലായിരിക്കുമ്പം ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? അച്ഛനമ്മമാരെ നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബാക്കി 3 ധർമ്മങ്ങളും ഗൃഹസ്ഥാശ്രമികളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ ആലോചിക്കുക. പിന്നീട് ഗൃഹസ്ഥൻ എന്താ ചെയ്യുന്നത്? വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് മറ്റ് 3 ധർമ്മങ്ങളും, കേക്ക് മതി 3 ധർമ്മങ്ങളും ആശ്രമങ്ങളും നിലനിൽക്കുന്നത്. അപ്പോ ഗൃഹസ്ഥൻ പിന്നീട് എന്താ ചെയ്യുന്നത്? വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇതിൽ പറയുന്നു, ഗൃഹസ്ഥു യഥാ പശ്യേത് വലി ബലി തദാത്മന അവൈത സൈവ ചാപദ്യം വനമേധ തഥാവ്രചേത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോൾ ഗൃഹസ്ഥൻ തന്റെ രോമങ്ങൾ നരച്ചതായി കാണുന്നുവോ, അതായത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നുവോ, ഒരു ഗൃഹസ്ഥൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നുവോ, തന്റെ പുത്രൻ ഉണ്ടായി എന്ന് കാണുന്നു, അതായത് നമ്മുടെ മക്കൾക്ക് മക്കളായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ, അപ്പോൾ തനിക്ക് കാട്ടിൽ പോകേണ്ട സമയമായി എന്നറിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കണം. അതായത് പഴയ കാലത്താണ് കാട്ടിൽ പോകുന്നത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് മക്കൾ ഉണ്ടായാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മക്കളുടെ മക്കളോട് എനിക്കെങ്ങും നോക്കാൻ വയ്യ, എനിക്ക് പറ്റൂല, എനിക്ക് വയ്യ എന്നല്ല പറയേണ്ടത്. പേരക്കുട്ടികളെ നോക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? പേരക്കുട്ടികളെ നോക്കാൻ ശ്രമിക്കുക. കാരണം എന്താ? നമ്മുടെ മക്കള്
വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അവർക്ക് എപ്പോഴും വീട്ടിൽ ഇരുന്നു കൊണ്ട് എല്ലാം നോക്കാൻ പറ്റിയെന്ന് വരൂല. മനസ്സിലായില്ലേ? വീട്ടിലിരുന്നു കൊണ്ട് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരൂല. നമ്മളെക്കാൾ ഏറെ ടെൻഷൻസ് അവർ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ സപ്പോർട്ട് ആവാം എന്നാണ് പിന്നീട് അച്ഛനമ്മമാർ ആലോചിക്കേണ്ടത്. അല്ലാതെ ഞാൻ കുറെ നിന്നെ പോറ്റി, ഇനി എനിക്ക് തോറ്റാനൊന്നും വയ്യ, എനിക്ക് ഇനി സ്വസ്ഥമായിട്ടിരിക്കണം, അന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നും നമ്മുടെ മക്കൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് മാറണം. മനസ്സിലാവില്ലേ? എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. അതാണ് ആയുസിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, മനോനിയന്ത്രണത്തോടുകൂടി നിയതാഹരനായി വ്രതാനുഷ്ഠാനങ്ങൾ തെറ്റാതെ അനുഷ്ഠിച്ച് ദേവോപാസനയിൽ നിരതനായിരിക്കണം വാനപ്രസ്ഥൻ. മനസ്സെപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട്, അതെ, ഇപ്പൊ അനാഥാലയങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ മനസ്സിനെയെല്ലാം മാക്സിമം നിയന്ത്രിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച് നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ആ വാനപ്രസ്ഥത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. എന്ത് ദുഃഖവും ക്ഷമയോടെ സഹിക്കുവാൻ അപ്പോ തയ്യാറാവുന്നു എന്നാ പറയുന്നത്. എന്ത് ദുഃഖവും ക്ഷമയോടെ സഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം. മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ FB എടുത്ത് എന്ത് ദുഃഖവും നമ്മൾ എന്താ പറയേണ്ടത്? എന്ത് ദുഃഖവും ക്ഷമയോടെ സഹിക്കാൻ തയ്യാറാവണം. ഇല്ല എങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇവര് രണ്ടും കൂടെ എന്നെ ഇവിടെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക ക്ലാസ് എടുക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഏത് ദുഃഖവും നമ്മൾ ക്ഷമയോടെ സഹിക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അല്ല എങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതം ഒരു തരത്തിലും സമാധാനം കിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. എപ്പോഴാണോ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാവുക. ഇല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടില്ല ജീവിതത്തിൽ, ഒരിക്കലും കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ മഴയോ വെയിലോ എന്ന് ഭേദമില്ലാതെ എല്ലാം സഹിച്ച് വ്രതനിഷ്ഠയിലേക്ക് നമ്മൾ മാറണം. മനസ്സിലായില്ലേ? മഴയോ വെയിലോ ഇല്ലാതെ എല്ലാം സഹിച്ച് വ്രതനിഷ്ഠയിലേക്ക് മാറണം എന്നാ പറയുന്നത്. മനസ്സിലാവണ്ട? ആ രീതിയിൽ നമ്മൾ മനസമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകണം. സ്വാമിയുടെ ഷോപ്പ് മൊത്തം നമ്മളെടുത്തിരിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുന്ന വരെ പാവത്തിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഷോപ്പിന്റെ താക്കോൽ തന്നെ നമ്മുടെ കയ്യിൽ തന്നു, എപ്പോഴാന്ന് വെച്ചാൽ പോയി ക്ലാസ് എടുത്ത് കൊടുക്കുന്നിട്ട്. പാവം, അവരോ അമ്പലത്തിലെ പണി കഴിഞ്ഞ് വന്നിട്ടാണ് അവരുടെ ജോലി എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മളും കയറുകയാണ്. പോട്ടെ, സാരില്ലേ, മഞ്ജരീസിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടിയതിന് ദേവിയോടും ഭഗവാനോടും നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്തുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടില്ല. ജനുപ്രഭു നമസ്തേ, പ്രസന്ന മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ആയുസിന്റെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സന്യാസമാണ്. ഇനി നമ്മള് ബ്രഹ്മചര്യം കഴിഞ്ഞു, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥം കഴിഞ്ഞു. ഇനി സന്യാസത്തിലേക്ക് പോകണം. ആയുസിന്റെ നാലാമത്തെ ഭാഗമാണ് സന്യാസം എന്ന് പറയുന്നത്. ഉപനിഷത്തുകളാണ് ആശ്രമത്തിന് അടിസ്ഥാനം, അല്ലെ? നമ്മൾ ഒരുപാട് ഉപനിഷത്തുകള്, വേദങ്ങള് ഇതെല്ലാം വായിക്കുക, കേൾക്കുക, പഠിക്കുക, ജപിക്കുക. ആയുസിന്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തി. എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിപ്പിച്ചിട്ട് ആത്മാവിൽ നമ്മൾ ഉറച്ചു നിർത്തണം. പേടിയില്ല എന്ന് പറ. അപ്പോ എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിനെ ഉറപ്പിച്ചു നിർത്തണം. ഞാൻ പലരുടെ ജീവിതത്തിലും കണ്ടൊരു കാര്യമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടും. എങ്ങനെ അറിയാം? മാതാജി, ഒരു സമാധാനവും ഇല്ല അമ്മായിയമ്മയെ കൊണ്ട്. സീരിയസ്ലി, അവർക്ക് ഏജ് ആയി മാതാജി, പക്ഷെ ഇങ്ങനെ തുരുതുരൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മാതാജി. ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിന് ഒരു സമാധാനം തരില്ല. ചില ഭർത്താക്കന്മാര് വിദേശത്തായിരിക്കും. അയ്യോ, ഈ ഭർത്താക്കന്മാരുടെ അമ്മമാര് അവരുടെ ഭാര്യമാർക്ക് ഒരു മനസമാധാനം കൊടുക്കില്ല. വെറുതെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യും. ഇത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ അറിയോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ യൗവനം കഴിഞ്ഞു, നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തി. ഇനി ആ ഒരു പിന്നിൽ വരുന്ന തലമുറ ജീവിക്കട്ടെ, അവര് സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മൾക്ക് ആ ജീവിതത്തിൽ കിട്ടാത്ത പലതുണ്ട്, അത് അവര് ആസ്വദിക്കട്ടെ, അവര് സമാധാനമായിട്ടിരിക്കട്ടെ. കാരണം ഈ യൗവനം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ മക്കളായി, മക്കളുടെ മക്കളായി, ഉത്തരവാദിത്തങ്ങളായി, ടെൻഷൻസ് ആയി, പല പല കാര്യങ്ങളായി. അപ്പൊ അത് വേണ്ട. അവര് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വഴി മാറിക്കൊടുക്കുക. പലതും കണ്ടില്ല എന്ന് വെക്കുക, പലതും കേട്ടില്ല എന്ന് വെക്കുക. ഞാൻ എൻ്റെ അമ്മമ്മയോട് പറയും, അമ്മമ്മയെ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മായിയമ്മയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. കാരണം നമ്മൾക്ക് ഭക്തിയിലൂടെ പോകാനാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, അത് കറക്റ്റ്, അങ്ങനെ അത് ഓക്കെ, അങ്ങനെ ആവട്ടെ.
എന്റെ അമ്മമ്മയാണെങ്കിലും മോളെ എന്താണ് ഏതാണ് അല്ലെ എന്റെ മാമന്മാരുടെ ഭാര്യമാര് ഞാൻ പറയും അമ്മമ്മയ്ക്കൊന്ന് മാമിയോട് പറഞ്ഞു എന്തിനാ മോളെ അവരല്ലെങ്കിലേ രാവിലെ എഴുന്നേറ്റ് 1008 പണിയും ജോലിയും കഴിഞ്ഞ് മാമൻ വന്നാൽ അവരെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഇതെല്ലാം നോക്കി അതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി കുറച്ച് കഞ്ഞി വെക്കുക അത് വെക്കുക അവള് വെക്കാറുണ്ട്. അവൾക്ക് ചിലപ്പോൾ ഇന്ന് വിട്ടുപോയിണ്ടാവില്ലേ, അവള് മെഡിക്കൽ ഷോപ്പിൽ പോയിരിക്കണം, വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് അമ്മമ്മ ഇതെല്ലാം ചെയ്തു വെക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇന്നും ആ ജോയിന്റ് ഫാമിലി ജോയിന്റ് ആയിട്ട് തന്നെ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ജീവിതത്തിൽ വേണ്ടത് പരസ്പര ധാരണയാണ്. ഇറിറ്റേറ്റഡ് ആവാതിരിക്കുക. ഒരു നേരം നമുക്ക് ആരെങ്കിലും ചെയ്തു തരുന്നവരുണ്ട് ചെയ്തു തന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ പിണങ്ങണ്ടെന്നേ, നമ്മൾ ചെയ്യും. നമുക്ക് 2 കൈയും 2 കാലും ഇല്ലേ, നമ്മൾ അങ്ങോട്ട് ചെയ്യാം. നമ്മളൊരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോട. ഇത് എന്റെ ഒരു പോളിസിയാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നമുക്ക് എപ്പോഴും ഒരാൾ എല്ലാം ചെയ്തു തരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ ചിലപ്പോൾ അനുവദിക്കുന്നുണ്ടാവില്ല. നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ടെൻഷൻസ് ഉണ്ടാവാം, മറ്റെന്തെങ്കിലും ഉണ്ടാവാം, എന്തെങ്കിലും ആവട്ടെ, നമ്മളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്. അഭയം സർവഭൂതേഭ്യ ദ്വിതാവാ പ്രവജ്ജതേ ദ്വിജഃ. പിന്നെന്ത് പറയുന്നു? ലോകാസ്തേ ജോമയസ്ത്യ പ്രേത്യേ ചാനന്ദ്യമുഷ്ടതേ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നമ്മളായിരിക്കുക. ഈശ്വരൻ നമുക്ക് 2 കൈയും 2 കാലും 2 കണ്ണും തന്നിട്ടുണ്ടല്ലോ, മതി, അത് വെച്ചിട്ട് ജീവിക്കുക. നമ്മൾ ഒരാളോടും പരാതി പറയാൻ പോണ്ട, മക്കളോടും പറയണ്ട, മരുമക്കളോടും പറയണ്ട, പേരക്കുട്ടികളോടും പറയണ്ട, ആരോടും പറയണ്ട. നമ്മളായിട്ട് മിണ്ടാതെ ഒരു ഭാഗത്തിരുന്ന് നമ്മൾ ഇരിക്കുന്നിടമേ ആരും അറിയാതെ പോവുക. അങ്ങനെ ജീവിക്കാൻ നോക്കി നോക്ക്. സമാധാനം നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. നമ്മൾ ഈ എല്ലാത്തിലും കണ്ടതിലും കേട്ടതിലും ഒക്കെ പോയി തലവെക്കുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻസ് വരുന്നത്. ഓക്കെ. സർവഭൂതങ്ങൾക്കും അഭയം കൊടുത്ത് ബ്രാഹ്മണൻ വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് ലക്ഷ്യം പ്രാപിക്കണം എന്നാ പറയുന്നത്. സർവഭൂതങ്ങൾക്കും അഭയം കൊടുക്കണം ഒരു ബ്രാഹ്മണൻ. മനസ്സിലായില്ലേ? ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സർവഭൂതങ്ങൾക്കും ഒരു ബ്രാഹ്മണൻ അഭയം കൊടുക്കണം. എന്നിട്ടോ അതെ, എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സർവഭൂതങ്ങൾക്കും അഭയം കൊടുത്തിട്ട് ബ്രാഹ്മണൻ വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തണം. തേജോമയ ലോകങ്ങൾ അവന് ലഭിക്കും. ഓക്കെ. ആ ആശ്രമത്തിൽ സ്വാർത്ഥ ചിന്ത തീരെ ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും സ്വാർത്ഥതയുള്ളവരാവരുത്. നമ്മൾ ചില വൈഫുകൾ എങ്ങനെയാണെന്നറിയോ? ഹസ്ബൻഡിന് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ വിടില്ല, അതിന് വിടില്ല. ഒരു ഫോൺ വരുമ്പോഴേക്കും ചോദിക്കും ആരാ. നമ്മൾ ഇങ്ങനെ ഒരു സ്വാർത്ഥ മനോഭാവം നമുക്ക് ഉണ്ടാവാനേ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ അവരിയ്ക്കട്ടെ. തെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി അവർക്ക് കിട്ടിക്കോളും. അതിന് ആരും തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്തില്. തെറ്റ് ചെയ്യുന്നുണ്ടോ, കിട്ടാനുള്ളത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരെയും നമ്മളിങ്ങനെ പിടിച്ചു വെക്കാതെ ഫ്രീ ആയിട്ട് വിടുക. അവർക്ക് ആ ഫ്രീഡത്തിൽ വിട്ടു കഴിഞ്ഞാൽ എന്താണ്? അവർ ഓട്ടോമാറ്റിക്കലി തിരിച്ച് നമ്മളിലേക്ക് എത്തും. നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് നമുക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്. ക്ലിയർ? 3 ആശ്രമങ്ങളിലൂടെ ആത്മപരിശുദ്ധി നേടിയതിനു ശേഷമാണ് ഒരുവൻ ചതുർസാശ്രമത്തിൽ പ്രവേശിക്കുന്നത്. അവിടെ അവൻ സമാഹിതനായി ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച് തപോവൃത്തിയിൽ ഏർപ്പെടുന്നു. അല്ലെ? നമുക്ക് ലാസ്റ്റ് എന്താണ്? നമുക്ക് വേണ്ടത് ബ്രഹ്മത്തിൽ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം ബ്രഹ്മമാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ട്രാവലിംഗ് ആണ് നമ്മുടെ ലൈഫ്. രാവിലെയും ഗീതാ ക്ലാസ്സിലും ഞാനിത് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനിപ്പോ ചെന്നൈയിൽ നിന്ന് മൂകാംബിക വരെ വരുമ്പോൾ ട്രെയിനിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. എല്ലാ സ്റ്റോപ്പിലും ഞാൻ ഇറങ്ങിയിട്ടില്ല. പല സ്റ്റോപ്പിൽ നിന്ന് പല ആളുകളും കയറുന്ന എല്ലാവരുടെയും ലിസ്റ്റ് എടുത്തിട്ടില്ല. അവരൊക്കെ എങ്ങനെയാന്ന് അന്വേഷിച്ചിട്ടില്ല. എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. എവിടെയാണ്? ബൈന്ദൂര്. ഞാൻ അവിടെ ഇറങ്ങി. അപ്പോ നമ്മുടെ ലൈഫും അങ്ങനെയാണ്. നമ്മളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പോയി തലയിടാൻ പാടില്ല. ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കുക, ചിലതൊക്കെ കേട്ടില്ല എന്ന് വെക്കുക. കളയേണ്ടത് കളയാ. ചില അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ മനസ്സമാധാനത്തോടെ സിമ്പിളായിട്ട് അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞ് സ്വസ്ഥമായി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ. അപ്പോ ജീവിതം ഒരു മരച്ചോട്ടിലോ കുടിലിലോ ഒക്കെ ആവും നമ്മുടെ ജീവിതം, അല്ലെ? വസ്ത്രത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു തപോവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു കുടിലിൽ ജീവിക്കും, ചിലപ്പോ ഒരു മരച്ചോട്ടിൽ ജീവിക്കും, ചിലപ്പോ നമുക്കൊരു വസ്ത്രം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നായിരിക്കും ഉള്ളത്. അങ്ങനെ നമ്മളൊരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സന്യാസ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പല ഒരു കുറവുകളുണ്ട്. അത് ഇന്നത്തെ ലൈഫിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ മരച്ചോട്ടിലല്ല പോയി താമസിക്കുക. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ കിടക്കുന്നത് പോലെ AC റൂം ഉണ്ടാവില്ല. ഉടനെ വന്നിട്ട് അവനും അവളും കിടക്കുന്ന റൂമിൽ AC ഉണ്ട്, ഇവിടെ എനിക്ക് ഒരെണ്ണം വേണോന്ന് പോലും ചോദിച്ചില്ല. ഇങ്ങനെയുള്ള പരാതികളൊന്നും പറയരുത്. മനസ്സിലായില്ലേ? നമ്മൾക്ക് എന്തുണ്ടോ ഉള്ളതുപോലെ, നമുക്കൊരു പരാതിയില്ല എന്ന ഭാവത്തിൽ നമ്മൾ ജീവിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ നമ്മുടെ അടുത്ത് വരും, ഉറപ്പായിട്ടും വരും.
യാതൊരു സംശയവുമില്ല. ഏകാന്തവാസിയായ അവന് കൂട്ടുകാരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. മറ്റ് ജീവജാലങ്ങളെ പറ്റി കേവലം ഉദാസീനനായിരിക്കും. നമ്മുടെ കൂടെ ജീവിക്കുന്നവരൊക്കെ ആരാന്ന് പോലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു, ഏത് ലോകത്ത് ജീവിക്കുന്നു എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഇവയാണ് സന്യാസാശ്രമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ മാത്രമല്ല, നമ്മുടെ നോർമൽ ലൈഫിലുള്ള ആളുകളുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ ഒന്നിനും വാശി പിടിക്കരുത്, ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. എല്ലാം ഒരു സമാധാനത്തിൽ അങ്ങ് വിട്ടേക്കുക. നമുക്ക് എന്തുണ്ട് ഉള്ളതുപോലെ എന്ന ഭാവത്തിൽ ജീവിച്ചു പോവുക. സ്തുതിക്കുമ്പോൾ സന്തോഷിക്കുകയോ നിന്ദയിൽ പരിഭവിക്കുകയോ ചെയ്യരുത്. ക്ലിയർ? ചില ആളുകളുണ്ട്, പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, എന്റെ അമ്മ അങ്ങോട്ട് ടോപ്പിൽ അവിടെ നിൽക്കും. അതാണ് ഇഷ്ടം, സ്തുതിക്കുക, സ്തുതി പാടകരായി മാറുക നമ്മള്. നമുക്കത് വേണ്ട. ചിലത് നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭയങ്കര വഴക്കുകളായി. ഇതൊന്നും വേണ്ട. സ്തുതിച്ചാലും കുഴപ്പമില്ല, നിന്ദിച്ചാലും കുഴപ്പമില്ല, വന്ദിച്ചില്ലേലും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. എല്ലാം ഒരേ മനോഭാവത്തോടു കൂടി സ്വീകരിക്കാൻ പഠിക്കുക. അത് ആ ഒരു സന്യാസാശ്രമ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, എപ്പോഴും ഓൾവേസ് ഒരേപോലെ കാണാൻ ശ്രമിക്കുക ആരെയാണെങ്കിലും. നാഭിനന്ദതേ മരണം നാഭിനന്ദതേ ജീവിതം കാലനേവ പ്രതീക്ഷിതേ നിദേശം മൃഗതോ യഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത മരണങ്ങളെ പറ്റി ചിന്തിക്കേണ്ട. ജീവിതത്തിന്റെ പാട്ടിന് പോവും, മരണം ഒരു ദിവസം വന്ന് നമ്മളെ കൊണ്ടുപോകും, അത് ഉറപ്പാ. അതേക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ഭൃത്യൻ യജമാനന്റെ നിർദ്ദേശത്തെ കാത്തിരിക്കുന്നത് പോലെ യമന്റെ ആഹ്വാനത്തെ കാത്തിരിക്കണം. യമൻ ഒരു ദിവസം വരും, ഉറപ്പാ. എങ്ങനെയാണോ അതാ സ്ഥിരപ്രജ്ഞൻ, നമ്മൾ മുമ്പേ പഠിച്ച പോലെ, എങ്ങനെയാണോ ഒരു യജമാനന്റെ വാക്ക് കേൾക്കാൻ ഒരു ഭൃത്യൻ കാത്തിരിക്കുന്നത്, നമ്മുടെ മേലധികാരിയുടെ വാക്ക് കേൾക്കാൻ നമ്മൾ എങ്ങനെയാണോ കാത്തിരിക്കുന്നത്, അതേപോലെ യമൻ വരും ഒരു ദിവസം, ചിത്രഗുപ്തൻ എഴുതി കൊടുത്ത ബുക്കുമായിട്ട്. അപ്പം അത് ഉറപ്പാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യമന്റെ വരവിനായിട്ട് കാത്തിരിക്കുക. ആ കാത്തിരിപ്പില് നന്മ മാത്രം ചെയ്യുക. അപ്പൊ ചിത്രഗുപ്തന്റെ ബുക്ക് കാലിയായിരിക്കും. അല്ല എങ്കിൽ 1000 പേജും 2000 പേജും 5000 പേജും മതിയാവില്ല നമ്മൾ ചെയ്തു വെച്ചത്. നമ്മുടെ ചിന്തകൾ പോലും അതിൽ എഴുതപ്പെടും. അപ്പൊ അതൊന്നും വേണ്ട. സ്ഥിരപ്രജ്ഞനായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോവാം. ഓക്കെ. നിരീഹനും നിഷ്ക്രിയനുമായ മുനി ദുഃഖസ്പർശമില്ലാതെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ? ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി, ഒന്നിനെ കുറിച്ചും ബോധമില്ലാത്ത ഒരാള് എപ്പോഴും ആനന്ദത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും. അതേപോലെ നമ്മൾ ഇരിക്കുക എപ്പോഴും ഒരു ആനന്ദത്തിൽ. നമുക്കൊരു 2-3 നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അടുത്തുള്ളവർക്കുണ്ട്, എനിക്കില്ല എന്ന പരാതിയൊന്നും നമുക്ക് വേണ്ടെന്നേ. അവൻ ജന്മമൃത്യുക്കളെ അതിക്രമിച്ച് പരമപദത്തിൽ എത്തിച്ചേർന്ന് ആനന്ദ സ്വരൂപനായി ഭവിക്കുന്നു, അല്ലെ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജന്മമൃത്യുവിനെ എല്ലാം ഒന്ന് ഒതുക്കി പിടിച്ച് സ്വസ്ഥമായി സമാധാനമായിട്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും കൂടുതലായിട്ട് ആലോചിക്കാതെ സമാധാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ കൂടുതൽ ഒന്നിനെ കുറിച്ചും കോൺഷ്യസ് ആവണ്ട. നാളെ നമുക്ക് ആത്മാവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പഠിക്കാം. അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. നാളെ രാത്രി എടുക്കാം. 120 ഷെയറാ. ഓക്കെ. മാക്സിമം നമ്മുടെ ലൈവ് ക്ലാസ് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഗുരുവായൂർ മജ്‌ലിസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഓക്കെ. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഒന്നിനെ കുറിച്ചും ആകുലതപ്പെടേണ്ട. ഇല്ലാത്തതേ കുറിച്ച് പരാതിയില്ല, ഉള്ളതിനെ കുറിച്ച് ആനന്ദവും ഇല്ല. സ്ഥിരപ്രജ്ഞരായിട്ട് മാറി. ഇന്ന് മുതലെങ്കിലും പറയണം, മഞ്ജരീസിന്റെ ക്ലാസ് കേട്ട് കുറച്ച് മാറ്റം ഉണ്ടല്ലോ എന്ന് പറയിപ്പിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് ആരോടും പരാതിയില്ല, ഒരാളോടും പരാതിയില്ല. നമ്മുടെ മക്കളായാലും ശരി, മരുമക്കളായാലും ശരി, പേരക്കുട്ടികളായാലും ശരി, അവരവരെ വഴിക്ക് അങ്ങ് ജീവിക്കട്ടെന്നേ. നമ്മളെ നോക്കിയില്ലേ, സാരല്ല, പോട്ടെ, നമുക്കൊന്നും പരാതിയില്ല. അവർക്കും നാളെ വാർദ്ധക്യം വരും, അല്ലേ? അപ്പൊ ആ കാലത്തില് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്ന വേണം. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അച്ഛനമ്മമാരെ നോക്കിയാൽ നമ്മുടെ മക്കള് നാളെ നമ്മളെ നോക്കും. നമ്മുടെ മക്കളെ നമ്മൾ ഇന്ന് നോക്കിയാൽ ആ മക്കള് നാളെ തിരിച്ചു നോക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവാം. അല്ലാതെ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ, ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ഉള്ളതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, ക്ലിയർ? സന്തോഷായില്ലേ? അപ്പൊ ലിലി മാതാജി ഗ്രേറ്റ്. ഞാൻ ഒരുപാട് മാറി എന്നാണ് എല്ലാവരും പറയുന്നത്. സൂപ്പർ മാതാജി, അതാണ് വേണ്ടത്. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും. हरे कृष्णा, सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय, നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ ഭഗവതി നൽകട്ടെ.
സമയം പോലെ സാധിക്കുന്നവരെല്ലാം മൂകാംബിക ദർശനം എടുക്കുക. അതുപോലെ തന്നെ ഗുരുവായൂർ ദർശനം എടുക്കുക. ഏകാദശി, പ്രദോഷം, അതുപോലെ അതിങ്ങനെയുള്ള നമ്മുടെ നല്ല നല്ല വ്രതങ്ങളെല്ലാം എല്ലാവരും എടുക്കുക. ഉപവാസങ്ങൾ കൃത്യമായി എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇളനീര്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടെടുക്കുക. ജപിക്കുക, വായിക്കുക, സത്സംഗങ്ങൾ കേൾക്കുക, പ്രചരണത്തിന്റെ ഭാഗമാവുക. എപ്പോഴും ക്ഷമയുള്ളവരായിരിക്കുക. വയലൻസ് ഒഴിവാക്കുക, സൈലൻസിലേക്ക് മാറുക. ഓക്കെ, നമസ്തേ.